വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് ബ്രൗണീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് 50 ഗ്രാമോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യും. ഏകദേശം 100 ഗ്രാം ചോക്ലേറ്റിലോട്ട് 50 ഗ്രാം ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ ചോക്ലേറ്റ് ഇവിടെ നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 3 മുട്ട മിക്സി ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. പിന്നെ ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ കൂടെ എടുക്കണം. അപ്പോൾ 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് മധുരം കുറവായിരുന്നു. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു അരിപ്പ വെച്ച് കൊടുത്ത് അതിലോട്ട് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2.5 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടു എന്ന് മാത്രം. അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബേക്കിംഗ് പൗഡർ ഇല്ലാതെയും ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചിട്ട് ഇതിൻ്റെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിലൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ സോഫ്റ്റിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പതുക്കെ ഒന്നും ചെയ്യേണ്ട, നല്ല ഇതേപോലെ ഫാസ്റ്റിലാക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചോക്ലേറ്റും കൂടെ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ചോക്ലേറ്റ് ബ്രൗണിയുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ടിന്ന് എടുത്തിട്ട് അതിലോട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതുപോലെ കട്ടിക്കാണ് നമ്മൾ ബ്രൗണിയുടെ ബാറ്റർ ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഓവനിലല്ല ചെയ്യുന്നത്. ഇതേപോലെയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു അരമണിക്കൂറോളം ഞാനൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പാത്രത്തിനനുസരിച്ചായിരിക്കും ബേക്കിംഗ് ടൈം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതൊന്ന് അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ഹാർഡാകുന്നത് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഹാർഡാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗനാശ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ഗനാശ്, പിന്നെ നമ്മൾ ചോക്ലേറ്റ് കോമ്പൗണ്ടിൽ 1 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്തൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുത്ത് ഒഴിച്ച് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താണ്. ഇതൊന്ന് നമുക്ക് ബ്രൗണിയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ലൊരു ക്രിസ്പിയും അതേപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വേവാത്താന്നും വിചാരിക്കേണ്ട. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു ബ്രൗണി റെസിപ്പി ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്